ഉണ്ട് ഉണ്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ആമിനെടുത്ത് കല്യാണത്തിന് സദ്യ ഉണ്ട്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു കോസ്മിക് കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവില്ല ഞങ്ങൾ ഇത് എവിടേക്കാണ് പോണേന്ന്. അപ്പോൾ ഞങ്ങളിന്നൊരു കല്യാണത്തിന് പോവുകയാണ് ഗായ്സ്. ഒരുപാട് നാളായിട്ടോ ഈ വലിയ എന്താ പറയുക നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ പോയിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലും ത്രില്ലിലൊക്കെ ഇരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. ചെരുപ്പളശ്ശേരി എവിടെയാ ചേച്ചി? നമ്മള് പാമ്പങ്കാവിന്റെ അവിടേക്ക് പോലില്ലേ? പാമ്പങ്കാവിക്ക് മണ്ണാർശാലല്ല, പാതിരാ കുന്നത്തുമന. അവിടുന്ന് കുറച്ചുകൂടി ഇഡ്ലി ഒരു പൊട്ട് കൊടുത്തു, കുറുക്ക് എടുത്തിട്ടുണ്ട്. മുടിയൊക്കെ ഇങ്ങനെ കെട്ടിട്ട് 8:30-9 മണിയാകുമ്പോൾ വണ്ടി എടുക്കുന്നതാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ 9 മണിയായിട്ട് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. വണ്ടിയിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഭയങ്കര തുള്ളലായിരുന്നു കേട്ടോ. ആമി പാട്ട് ഓഫ് ചെയ്തപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക എക്സൈറ്റ്മെൻ്റാണ് സത്യം പറഞ്ഞതിന്. ഇങ്ങനെ വലിയ വണ്ടിയിൽ ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് അവൾ ആദ്യമായിട്ടല്ലേ പോണത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നല്ല രസമായിരുന്നു കേട്ടോ അവൾ കാണിക്കണത് കാണാനായിട്ട്. പിന്നെ അവൾ കണ്ണും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവളെന്നെ ഉറക്കിയതൊന്നല്ല, അവളങ്ങനെ ബസ്സിൽ അങ്ങനെ കിടന്ന് ഉറങ്ങിയതാണ് കേട്ടോ. പാട്ടൊക്കെ കേട്ട് ഉറങ്ങിയപ്പോൾ അമ്മ കണ്ണൊക്കെ എഴുതി കൊടുക്കുമായിരുന്നു. നമ്മൾ പോണ വഴിയിൽ വലിയൊരു മല ഉണ്ട് കേട്ടോ. ശരിക്കും എന്ത് രസമാണ് കാണാൻ എന്നറിയോ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് ഷൂട്ട് ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ ഈ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങണ കാരണം എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും മര്യാദയ്ക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തോ മനങ്ങന്നടി മലയോ അങ്ങനെ എന്തോ പേര് പറഞ്ഞായിരുന്നു. ഇവിടേക്ക് നമുക്ക് പോകാൻ പറ്റും. ഞങ്ങൾ പോയാൽ ക്ലോസിങ് ആയിരുന്നു. നമ്മൾ മൂഞ്ചി പോകുന്നു ഗൈസ്. ഇവിടെ പാർക്കൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഗംഭീര ഡാൻസും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം കുറേ നാളായാലും അങ്ങനെ ബസ്സിലൊക്കെ ഡാൻസ് ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നല്ല തുള്ളലൊക്കെ ആയിരുന്നു. പക്ഷെ സോങ് വെക്കാൻ നോക്കിയപ്പോൾ കോപ്പിറൈറ്റ് കയറിയാലൊന്നും എനിക്കൊരു പേടിയാതെ ഞാൻ സോങ് കളഞ്ഞത് കേട്ടോ. അപ്പോൾ പാട്ട് അടിയാണ്ടിരുന്ന ഒരു സുഖമില്ല. ഏത് പാട്ടായിരുന്നു? മറ്റേ തട്ടും മുട്ടും താളല്ലേ, ആ പാട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എന്തായാലും അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ചിട്ടാണ് ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും ഒരു വിധമായി ഞങ്ങൾ ക്ഷീണിച്ചു കേട്ടോ. പിന്നെ ഇതുവരെ ഞാൻ ആരുടെ കല്യാണം പറഞ്ഞില്ലല്ലോ, എൻ്റെ അമ്മയുടെ ഫ്രണ്ട് രുക്കമ്മയുടെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ. കെട്ടിന് പോകണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങോട്ട് ചെറിയ അമ്പലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചിരുന്ന വലിയ ബസ്സിൽ ഓഡിറ്റോറിയത്തിലേക്ക് ഡയറക്റ്റായിട്ട് പോവാന്ന്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോണ ബസ്സിൽ കയറിയതാണ് കേട്ടോ. പിന്നെന്താ, പിന്നെ അടിപൊളി ഫങ്ഷനൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഗൈസ് നിങ്ങളൊന്ന് ക്ഷമിക്കണം. കാരണം എന്താ വെച്ചാൽ ആമി ഇടയ്ക്കിടയ്ക്ക് കിടന്ന് കരയുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഉണ്ടോ, കരയുന്നത് കാരണം ചിലപ്പോൾ റെക്കോർഡ് ചെയ്ത് ചിലപ്പോൾ ക്ലിയർ ആവാൻ സാധ്യത കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളത് ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ട് ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയേ കാണാം. ഓഡിറ്റോറിയം ഒന്നും പറയില്ല, അടിപൊളി ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കാണാൻ. ശരിക്കും നമ്മുടെ വെഡ്ഡിങ് റിസപ്ഷൻ ഉണ്ടാവുമല്ലോ, ആ വെഡ്ഡിങ് റിസപ്ഷൻ്റെ ശരിക്കും അതുപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അടിപൊളി ഓഡിറ്റോറിയം ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് പുറത്ത് നോക്കിയപ്പോഴാണ് മറ്റേ വെള്ളം കൊടുക്കുന്നത് കണ്ടത്, സ്കാഷ് കലക്കിയിട്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു നല്ലോണം വെള്ളം ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അപ്പവും കൂടിയിട്ട് കുടിച്ചു. പിന്നെ അമ്മയ്ക്കും യശോദമ്മയ്ക്കും കൊണ്ട് കൊടുക്കുകയും ചെയ്തായിരുന്നു കേട്ടോ.
പിന്നെ ഇപ്പൊ നല്ല സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ ഇനി കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ കണ്ടോ, ഓഡിറ്റോറിയം ഫുള്ള് ആൾക്കാരായിരുന്നു. അമിതെന്താ ഫുള്ള് പറ്റിക്കരുത്ത കുട്ടി. ഓവറായിട്ട് മേക്കപ്പ് വേണം. ഒരു മിനിറ്റ് കേട്ടോ, സാമ്പാർ കുറച്ചും കൂടി വെച്ചോളാം. എന്താ Thank you. Thank you. സോക്സ് ഇടായിരുന്നു ബാബേ. നീ എന്താ ആട്ടുമുട്ടിക്ക് പുല്ലെടുക്ക? I love you. I love you. I love you. ഇതിന്റെ ഓണറി വീഡിയോ കാണുന്നുണ്ട്. അമ്മ അമ്മ, ഞാനെന്താ ആട്ടുംകുട്ടിയാണ് അമ്മി? അമ്മയ്ക്ക് പുല്ല് തരുന്നേ, അമ്മയ്ക്ക് പുല്ല് തരുന്നേ. നോള് അല്ല, പ്ലാസ്റ്റിക് അല്ല, മറ്റതാ. അങ്ങനെ അടിപൊളി സദ്യയൊക്കെ കഴിച്ച് പായസം കുടിച്ച് റെസ്റ്റിലാണ് ഗൈസ്. ഇനി നേരെ ബസ് കയറിയിരിക്കണം, വീട്ടിൽ പോണം, അത്ര തന്നെ. വേണ്ടടേ, കിട്ടിപ്പോയി. ആമി ഇതൊക്കെ പൂ മോഷ്ടിക്കാൻ ഇത് കരഞ്ഞ പോലത്തെ കേട്ടോ. ധാരണ ബുദ്ധിയാണ്. സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ടോ? വിഷയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതെ, ഈ
വിഷ്വൽസൊക്കെ എന്താ പറയുക പാട്ടമായിട്ട് തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യുക ഗൈസ്, കോപ്പിറൈറ്റ് കയറി കഴിഞ്ഞാൽ അബദ്ധാളത്തിലാകെ കൂടി ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പാട്ട് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞു മക്കളും ഞങ്ങളൊക്കെ കൂടി തുള്ളി തന്നെയായിരുന്നു നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഞാനത് പാട്ടില്ലാണ്ടൊരു സുഖം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അറിയാം, എൻ്റെ വോയിസിൽ കുട്ടിയോട് ഡാൻസ് കളിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച അതെ. എന്തായാലും ഫങ്ഷനൊക്കെ അടിപൊളിയായിട്ടോ. അപ്പോൾ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ടാറ്റ ഗൈസ്, ബൈ.